ഇസ്രായേൽ വലിയ പ്രതിസന്ധിയിലാണ്. വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾ ഇസ്രായേലിനെ ക്ഷീണിപ്പിച്ചിരിക്കുന്നു. ജനങ്ങൾക്കും മടുത്തു തുടങ്ങിയെന്ന് വേണം കരുതാൻ. കാരണം പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. ഗസയിൽ ഹമാസ് തടവിലാക്കിയ ബന്ദികളുടെ ബന്ധുക്കൾ നെതന്യാഹുവിനെ കൊലയാളിയെന്ന് പോലും പരസ്യമായി അധിക്ഷേപിച്ചു. ഗസയിൽ മാത്രമല്ല, സിറിയയിലും യമനിലും ലബനനിലും ഇറാനിലും ഇസ്രായേൽ ആക്രമണം നടത്തുന്നുണ്ട്. നെതന്യാഹുവിന്റെ യുദ്ധക്കൊതി ഇസ്രായേൽ സൈനികരുടെ മനോവീര്യം കെടുത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. നിർബന്ധിത സൈനിക സേവനത്തിനെതിരെയും പ്രതിഷേധം ഉയരുന്നുണ്ട്. മാത്രമല്ല, ജീവനൊടുക്കുന്ന സൈനികരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ടെന്ന് അടുത്തിടെ പുറത്തുവന്ന ഒരു റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ സൈന്യത്തിനും വലിയ നാശമാണ് ഗസയിൽ ഉണ്ടായിരിക്കുന്നത്. ഗസയിൽ സൈന്യത്തിലുണ്ടായ ആളപായത്തിന്റെ കണക്ക് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ടിരിക്കുന്നു. 2023 ഒക്ടോബർ മുതൽ ഇതുവരെ 891 സൈനികർ കൊല്ലപ്പെട്ടെന്നാണ് IDF പറയുന്നത്. സൈന്യത്തിലെ ആത്മഹത്യയും കൂടിയിട്ടുണ്ട്. 38 സൈനികരാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ജീവനൊടുക്കിയത്. 2023 മാത്രം 558 ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത്. 2024 363 പേർക്കും ജീവൻ നഷ്ടമായി. ആകെ മരണസംഖ്യയിൽ 801 പേരും യുദ്ധത്തിനിടയിലാണ് കൊല്ലപ്പെട്ടത്. മറ്റ് സംഭവങ്ങളിലായി മരിച്ചവരും ആത്മഹത്യ ചെയ്തവരുമാണ് ബാക്കിയുള്ളവർ. 5500 സൈനികർക്ക് യുദ്ധത്തിൽ പരിക്കേറ്റതായും IDF കണക്കിൽ പറയുന്നു. ഭൂരിഭാഗം പേരും ഗസയിലാണ് കൊല്ലപ്പെട്ടത്. 2023 329ഉം 2024 390ഉം ഇസ്രായേൽ സൈനികരാണ് ഗസയിൽ മരിച്ചത്. ബാക്കിയുള്ളവരെല്ലാം ലെബനനിലും വെസ്റ്റ് ബാങ്കിലുമായാണ് കൊല്ലപ്പെട്ടത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സൈനികർക്കിടയിൽ ആത്മഹത്യാ പ്രവണത കൂടുകയും മരണസംഖ്യ ഉയരുകയും ചെയ്തിട്ടുണ്ടെന്നും IDF റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിൽ ബൈഡൻ മാറി ട്രംപ് അധികാരത്തിൽ വരുന്നു. ബൈഡനെപ്പോലെ മിതവാദിയല്ല ട്രംപ്. തീവ്രവും ഭ്രാന്തവുമായ തീരുമാനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധനാണ് ട്രംപ്. സ്വാഭാവികമായും ഇസ്രായേലിനും നെതന്യാഹുവിനും അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ മുൻ നിലപാടുകളിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് ട്രംപ്. ഇത് നെതന്യാഹുവിനെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അമേരിക്കയെ എങ്ങനെയും കൂടെ നിർത്തിയേ പറ്റൂ. അതിനുള്ള മാർഗങ്ങളാണ് ഇസ്രായേൽ തേടുന്നത്. അതിന് ഒറ്റ മാർഗമേയുള്ളൂ: അമേരിക്കയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുക. അതിന്റെ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. $8 ബില്യൺ, അതായത് ഏകദേശം 68,613 കോടി രൂപയുടെ ആയുധങ്ങളാണ് ഇസ്രായേലിന് അമേരിക്ക വിൽക്കാനൊരുങ്ങുന്നത്. BBC ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. പ്രസിഡന്റ് ജോ ബൈഡന് സ്ഥാനമൊഴിയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിനിടെയാണ് US-ന്റെ തിരക്കിട്ട ആയുധ വിൽപ്പന. മിസൈലുകളും ഷെല്ലുകളും മറ്റ് യുദ്ധസാമഗ്രികളും അടങ്ങിയ വൻ ആയുധശേഖരമാണ് US ഇസ്രായേലിന് വിൽക്കുന്നത്. ആയുധങ്ങൾ വിൽക്കാൻ ഹൗസ് സെനറ്റ് കമ്മിറ്റികളുടെ അംഗീകാരവും ആവശ്യമാണ്. കഴിഞ്ഞ ഓഗസ്റ്റിൽ $20 ബില്യൺ സൈനിക ഉപകരണങ്ങൾ ഇസ്രായേലിന് വിൽക്കാൻ US അംഗീകാരം നൽകിയിരുന്നു. യുദ്ധവിമാനങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും അടങ്ങിയതായിരുന്നു ഈ ഡീൽ. ഏറ്റവും പുതിയ കരാറിൽ എയർ ടു എയർ മിസൈലുകൾ, ഹെൽഫയർ മിസൈലുകൾ, പീരങ്കി ഷെല്ലുകൾ, ബോംബുകൾ എന്നിവ ഉൾപ്പെടുന്നു. അമേരിക്കയാണ് ഇസ്രായേലിന്റെ പ്രധാന ശക്തി. ഇസ്രായേലിന് അമേരിക്ക ഉദാരമായി ആയുധങ്ങളും മറ്റ് സഹായങ്ങളും നൽകിയിട്ടുണ്ട്. ഇസ്രായേലിന് ഏറ്റവും അധികം ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യവും US ആണ്. സായുധ യുദ്ധങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്ന സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് 2023-നുമിടയിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ 69% US-ൽ നിന്നായിരുന്നു. 2024 മെയ് മാസത്തിൽ ഇസ്രായേലിന് സ്ഫോടക വസ്തുക്കൾ നൽകുന്നത് അമേരിക്ക താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. പലസ്തീനിലെ റഫേൽ ഇസ്രായേൽ ശക്തമായ കരയുദ്ധം നടത്തുമെന്ന ആശങ്കയിലായിരുന്നു നടപടി. എന്നാൽ ബൈഡന്റെ നടപടിയിൽ റിപ്പബ്ലിക്കൻ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. നെതന്യാഹുവും ബൈഡനെ വിമർശിച്ചിരുന്നു. പിന്നാലെ ബൈഡൻ ഇസ്രായേലിനെതിരെ ചുമത്തിയ ആയുധ ഇടപാടുകളിലെ താൽക്കാലിക വിലക്ക് പിൻവലിച്ചു.